കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഒരു ഗെയിമുമായിട്ടാണ്, ഇൻഡോർ ഗെയിമുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് ഇൻഡോർ ഗെയിമിലേക്ക് പോകാം. നമുക്ക് ഗെയിമിന് വേണ്ട സാമഗ്രികളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒന്ന്, 3 സിലിണ്ടർ ഷേപ്പുള്ള ട്യൂബുകൾ, അതുപോലെ തന്നെ ഒരു വലിയൊരു പാത്രം, അതേപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ്, കുറച്ച് ബോളുകൾ ഇതിനകത്ത് ഉണ്ട്. 3 കളറുകളുള്ള ബോളുകളാണ്, 6 എണ്ണം വീതം ഇതിലുള്ളത്. യെല്ലോ, റോസ്, അതുപോലെ തന്നെ ബ്ലൂ. ഈ 3 ട്യൂബുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. 3 ട്യൂബുകളും 3 കളറുകളാണ്. ആദ്യത്തെ ബ്ലൂ കളറും, രണ്ടാമത്തെ യെല്ലോ കളറും, മൂന്നാമത്തെ റോസ് കളറുമാണ് ഇതിൻ്റെ ട്യൂബുകൾക്ക് അവകാശപ്പെട്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ ട്യൂബിന് മുൻപിൽ ആ കളറുകൾ വേണമെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്ത് വയ്ക്കാം. ബ്ലൂ, യെല്ലോ, അതുപോലെ തന്നെ റോസ്. ഈ 3 ട്യൂബുകളാണ് ഉള്ളത്. ഒരേ സമയം 3 പേർക്കാണ് കളിക്കുവാനായിട്ട് സാധിക്കുക. അവർ വരിവരിയായിട്ട് നിൽക്കണം. ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, അങ്ങനെ വരിവരിയായിട്ട് വേണം നിൽക്കാനായിട്ട്. പിന്നീട് ആരാണോ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് ആ വ്യക്തി വിസിലടിക്കും. വിസിൽ മുഴങ്ങിയതിനു ശേഷം നാം ഈ പാത്രത്തിൻ്റെ പുറകിൽ, അതായത് ഈ ബാസ്ക്കറ്റിലിരിക്കുന്ന ബോള് നമുക്ക് വിസിബിൾ അല്ലാത്ത രീതിയിൽ, കാണാൻ സാധിക്കാത്ത രീതിയിൽ വേണം ഈ ബോക്സ് ക്രമീകരിക്കാൻ. അതിനുശേഷം വിസിലടിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ഇതിൽ നമുക്ക് ഈ ബാസ്ക്കറ്റ് നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ബോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിന് കിട്ടുന്നത്, ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ബ്ലൂ ആണ്. ബ്ലൂ ആയത് കാരണം എനിക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഈ ട്യൂബിനകത്ത് നമുക്കിങ്ങനെ ഇടാനായിട്ട് സാധിക്കും. പകരം എനിക്ക് ഈ ബ്ലൂ ബോളിന് പകരം എനിക്ക് കിട്ടിയത് ഒരു റോസ് കളർ ആണെങ്കിൽ എനിക്കിതിലിടാനായിട്ട് സാധിക്കില്ല. നമുക്ക് ബോളിൽ തിരിച്ചു വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് ഷഫിൾ ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ വ്യക്തി, ബ്ലൂ കളറുള്ള വ്യക്തി പുറകിലോട്ട് പോകണം. പക്ഷേ ആദ്യത്തെ ബോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതവിടെ തന്നെ ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം എൻ്റെ ഊഴം കഴിഞ്ഞു. ഒരാൾക്ക് ഒരു സമയം ഒരു ഊഴമേ ഉള്ളൂ. അത് കാരണം ഇത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? പുറകിലോട്ട് പോയിട്ട് നിൽക്കണം. അങ്ങനെ ഞാൻ പുറകിൽ പോയി സിയുടെ പുറകിൽ നിൽക്കും. അപ്പോൾ ബി നമ്പറുള്ള വ്യക്തി, അതായത് രണ്ടാമത്തെ ട്യൂബുള്ള നമ്മുടെ യെല്ലോ കളറിൻ്റെ അവകാശപ്പെട്ട ആ വ്യക്തി വന്നിട്ട് വീണ്ടും ഇതുപോലെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കുമ്പോൾ അവന് കിട്ടുന്നത് റോസ് കളർ ആണെങ്കിൽ അവനിടാനായിട്ട് സാധിക്കില്ല. കാരണം അവൻ്റെ കളർ യെല്ലോയാണ്. അത് കാരണം ഇവൻ എന്ത് ചെയ്യണം? തിരിച്ചിതിലേക്കിട്ട് വീണ്ടും ഷഫിൾ ചെയ്തിട്ട് ഇവൻ പുറകിൽ പോയി നിൽക്കണം. അങ്ങനെ സി വീണ്ടും തിരിച്ചു വരും. സി വന്നതിന് ശേഷം അവനും അതുപോലെ വീണ്ടും ഇതിന്ന് ഷഫിൾ ചെയ്യും. അവന് കിട്ടുന്നത് ബ്ലൂ ആണ്. അപ്പോൾ അവന് ഇതിൽ ഇടാനായിട്ട് സാധിക്കില്ല. അവനെന്ത് ചെയ്യും? വീണ്ടും ഇതിലേക്ക് ഇടും. അപ്പോൾ വീണ്ടും അവരവരുടെ 3 പേരുടെയും ഓരോ ഊഴങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ ആള്, അല്ലെങ്കിൽ ആദ്യം ബ്ലൂ കളറിൻ്റെ ആള് വന്ന് വീണ്ടും ഇതിൽ ഷഫിൾ ചെയ്യും. അവന് റോസ് ആണ് കിട്ടിയത്. അവന് ഇതിലിടാനായിട്ട് സാധിക്കില്ല, കാരണം അവൻ്റെ കളർ ബ്ലൂ ആണ്. അങ്ങനെ അവൻ എന്ത് ചെയ്യും? വീണ്ടും ഇട്ട്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവരെല്ലാവരും അവരുടെ ഊഴങ്ങൾ, ഒരാൾക്ക് ഒരു സമയം, അവർ കറക്റ്റായിട്ടൊരു ബ്ലൂ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു തവണ മാത്രമേ അവർക്ക് ആ ബോക്സിലേക്ക്, ഈ സിലിണ്ടർ ഷേപ്പിനകത്തേക്ക് ബോൾ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. മൊത്തം 6 ബോളുകളാണ് ഉള്ളത്. 6 ബോളുകൾ ഇട്ട് ഇത് നിറഞ്ഞ് നിൽക്കുന്നത് ഈ വ്യക്തിയായിരിക്കും വിജയ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഇന്ന് നാം കളിച്ച ഈ ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താണ് എന്നറിയാമോ? നാം ഗെയിമിൽ കണ്ടു, ഒരു പാത്രത്തിൽ, ഒരു ബാസ്ക്കറ്റിനകത്ത് നിരവധി പല കളറുകളിലുള്ള ബോളുകൾ നാം കണ്ടു. അതുപോലെ തന്നെ സിലിണ്ടർ ഷേപ്പുള്ള 3 നാം സംഗതികൾ കൂടെ കണ്ടു. ഈ പാത്രം, ഈ ബാസ്ക്കറ്റ്, അത് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് എന്താണ് എന്നറിയുമോ? നമ്മുടെ ഈ ലോകത്തെയാണ്. ഈ ലോകത്തിൽ നിരവധി ആൾക്കാരുണ്ടായിരിക്കും, നിരവധി വ്യക്തികളുണ്ടായിരിക്കും, അവരുടെ പല സ്വഭാവങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക എന്ന പഠിപ്പിക്കലാണ്, മനസ്സിലാക്കലാണ് ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ പല കളറുകളിൽ നിന്നും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കളറിനെ തിരഞ്ഞെടുത്ത് സിലിണ്ടറിനകത്ത് ഇടുമ്പോൾ മാത്രമാണ് നാം വിജയത്തിലേക്ക് എത്തുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ ഗെയിം പങ്കുവയ്ക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിജയികളാകുവാൻ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വിജയത്തിലെത്തുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.